Good morning to all. Guru Brahma, Guru Vishnu, Guru Deva Maheshwara, Guru Parabrahma, ശ്രീ ഗുരുവേ നമ. നമസ്കാരം. ആദ്യം തന്നെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന എല്ലാ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടെ അധ്യാപക ദിനാശംസകൾ. ഒരിക്കൽ APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി, ഒരു രാജ്യം അഴിമതിരഹിതമാകണമെങ്കിൽ ഞാൻ ബലമായി വിശ്വസിക്കുന്നു സമൂഹത്തിലെ 3 പ്രധാന അംഗങ്ങൾക്ക് അതിന് കഴിയുമെന്ന്. അവരാണ് അച്ഛനും അമ്മയും അധ്യാപകനും. If a country is to corruption free and become a nation of beautiful minds, I strongly feel there are 3 key social members who make a difference. They are the father, the mother, the teacher. None of us can deny that mother gives birth, but a good teacher gives life. It gives us immense pleasure to welcome you all on this much awaited Magical Teachers Day. Let's begin the formal session by evoking the blessing of the Lord Almighty. May I invite Ms. Malavika for prayer. ഇങ്ങുമിങ്ങും നിറയും വെളിമേ മനസ്സിൽ നീ ശാന്തിയാകണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ നിന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. ഏവരെയും സ്വാഗതം ചെയ്യാനായി പ്രിയ അധ്യാപിക പാർവതി മിസ്സിനെ ഹാർദവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനമാക്കുന്ന അഞ്ജനക്കല്ലുകൊണ്ട് അറിവിന്റെ വഴി തുറപ്പിച്ച എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനത്തിൽ ഏറെ പ്രസക്തിയുള്ള ദിവസമാണ്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പും അതിന്റെ ഔന്നത്യമൊക്കെ അധ്യാപകരെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അധ്യാപകരുടെ എന്താ പറയണ്ടേ, അവരുടെ പ്രവൃത്തി. ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ്, എനിക്കറിയാം നമുക്ക് നമ്മളുടെ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങള് എത്ര വലുതാണെന്നുള്ളത്. അതിനേക്കാളും അതിനുള്ള എല്ലാ പ്രാപ്തിയും നമുക്ക് പകർന്നു തന്ന നമ്മുടെ പഴയ ടീച്ചേഴ്സ്, അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളോട് ചേർന്നിട്ടുള്ള എല്ലാ പഴയ അധ്യാപകരെയും ഇപ്പോഴത്തെ എല്ലാ അധ്യാപകരെയും, പിന്നെ നമ്മളുടെ കൂടെ കുട്ടികളില്ലാതെ അധ്യാപകരില്ല. കുട്ടികളാണ് നമ്മളെ അധ്യാപകരാക്കുന്നതും അല്ലെങ്കിൽ ഗുരുക്കന്മാരാക്കുന്നതും ഒക്കെ. അവരില്ലാതെ അധ്യാപകർക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ എല്ലാ കുട്ടികളെയും എല്ലാ പഴയ ടീച്ചേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ ഫോണിന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ജൂബിലി ഹാള് വല്ലാതെ മിസ് ചെയ്യാം. നമ്മുടെ സിസ്റ്റർ അൽഫോൺസെ എനിക്ക് കാണാണ്ട്, സിസ്റ്റർ ക്രിസ്ലിനെ കാണുന്നുണ്ട്, പിന്നെ സാലി, സെലിൻ, മിസ്മോൻ, അങ്ങനെ എല്ലാ കുറച്ച് പേരെയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വന്തം പേരിലും എല്ലാവരെയും ഹാർദവുമായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളാണ് ഞങ്ങളുടെ എനർജി എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലാവുക. കാരണം ഓരോരുത്തരും ഈ ഫോണിന്റെ ഇതിലായാലും കാണുമ്പോൾ നമുക്ക്
ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് വളരെ സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ എനർജി ഞങ്ങളിലേക്ക് സന്നിവേശിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ്. നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ പഴയ ടീച്ചേഴ്സ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരാനും, ഉപദേശങ്ങൾ കുട്ടികൾക്കായാലും ഇപ്പോഴത്തെ ടീച്ചേഴ്സിനായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അവര് അത് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് മിസ് എലിൻ, മാത്സിലെ മിസ് എലിൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മാത്സിലെ മിസ് എലിൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മിസ് എലിൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മിസ്സിന് എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ട് തോന്നുന്നു, ഒന്ന് വിളിക്കാം. അപ്പൊ മിസ് മേരി ആനട്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിമല കോളേജിലും സെന്റ് മേരീസിലുമായി ഏറെ കാലം തന്റെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചതാണ് മിസ് മേരി ആനട്ടി. ഏറ്റവും നല്ല ടീച്ചറായിരുന്നു മിസ്. അപ്പൊ മിസ്സിന്റെ അനുഭവങ്ങള് നമുക്കൊരു മുതൽക്കൂട്ടാവും എന്ന് കൊണ്ട് ഞാൻ മിസ് മേരി ആന്റിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാണ് മിസ്സിനെ ക്ഷണിക്കുന്നത്. അടുത്തതായിട്ട് മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. മിസ് മേരി ആന്റി. മിസ്സേ വെൽക്കം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, അധ്യാപക ദിനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ മനുഷ്യരക്ഷയുടെ മഹത്തായ പാഠം ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയവരോടും തനിയെ വന്നവരോടും പറഞ്ഞുകൊടുത്ത ലോക ഗുരുനാഥനായ യേശുനാഥനെ ആദ്യമായി രാഷ്ട്രപതിയായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ഭാരതം ആഘോഷിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരിലും ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കുന്നുണ്ട്. ആ കഴിവ് മറ്റുള്ളവരും അംഗീകരിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ അംഗനവാടികൾ മുതൽ ബിരുദാനന്തര ബിരുദം വരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരെല്ലാം അധ്യാപകർ തന്നെ. വിദ്യാർത്ഥികളെ വ്യക്തിപരമായി മനസ്സിലാക്കാൻ ഇവർക്കെല്ലാം കഴിയണം. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ പോലും കൊച്ചുകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ചില അധ്യാപകരെ നമ്മൾ കണ്ടു. നല്ല അധ്യാപകരെ ഒരുപക്ഷെ അവർ ശിക്ഷിക്കുന്നവരോ തങ്ങളോട് ദേഷ്യം അവരെ നമ്മൾ എക്കാലവും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ അവർ നൽകിയ നല്ല പ്രേരണയായിരിക്കും അതിന് കാരണം. ഒരു ഇന്നാക്കിയിട്ടില്ലേ? അല്ല, ഇന്നാക്കിയോ? ശരിയായോ? എനിക്ക് മനസ്സിലായി, കേൾക്കുന്നുണ്ട്. ഇന്നാക്കിയില്ലേ? അതുപോലെ ശരിയായില്ലേ? എന്നെ കാണണ്ടേ? ഇപ്പൊ അധ്യാപക വിദ്യാർത്ഥികളിൽ നിന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ അത് കുഴപ്പമില്ല. എനിക്ക് നമ്മെ ചെയ്തിട്ടുള്ള എത്രയോ അവസരങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ആ നിമിഷങ്ങളാണ് ഒരു അധ്യാപകനും ലഭിക്കുന്ന അവാർഡ്. എന്റെ അധ്യാപന ജീവിതത്തിൽ അതുപോലെ ഒരു വിദ്യാർത്ഥികളുണ്ട്. എല്ലാ ടീച്ചേഴ്സിലേക്കും മറക്കാതെ ക്രിസ്മസ് കാർഡ് അയക്കുന്ന 1988 പാസ് ഔട്ട് ആയ ഒരു വിദ്യാർത്ഥി. അവൾ എപ്പോഴും പറയും അവളുടെ ജീവിതത്തിൽ ഞാൻ അവളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. എന്റെ അധ്യാപക ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. ഏതൊരു അധ്യാപകനും ആഗ്രഹിക്കും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്നെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കണമെന്നത്. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നമ്മൾ അധ്യാപകർ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നതാണ്. ഏതൊരു അധ്യാപകനും
ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അംഗീകാരം. അവൾ അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതല്ലാത്ത ഒരു സന്തോഷം തോന്നി. ഞാൻ ഒരു ബാങ്കിലോ LIC ഓഫീസിലോ ട്രഷറിയിലോ പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഓടി വന്ന് എനിക്ക് സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏതൊരു അവാർഡിനേക്കാളും വലിയൊരു അംഗീകാരമായി ഞാൻ കരുതുന്നത്. കാലം മാറി വരികയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് അതിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കണക്ക് പഠിക്കാൻ ബൈബിൾ കാപ്പ് മതിയെന്ന് പറയുന്ന കാലം. ഈ വർഷം ഓൺലൈൻ ക്ലാസ്സിലൂടെയും പിക്ചർ ചാനലുകളിലെയും പഠനം നിർവഹിക്കാനുള്ള അവസരമാണ് കുട്ടികൾക്കുണ്ടായത്. തങ്ങളെ സ്നേഹിക്കുന്ന വിദ്യാലയത്തിൽ എന്നാണ് തങ്ങളെ സ്നേഹിക്കുന്ന വിദ്യാലയ തിരഞ്ഞെടുപ്പ് എത്തുന്നതെന്ന് മോഹിച്ചിരിക്കുകയാണ് ഓരോ കുട്ടിയെയും ഓരോ അധ്യാപകരെയും വളർത്തുന്നത്. ഈ അധ്യാപികയായി ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് കഴിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. താങ്ക് യു. സംസാരിക്കുന്നത് എല്ലാത്തവരും ആവുന്നു തോന്നുന്നു. സംസാരിക്കുന്ന സമയത്ത് മാത്രം ചെയ്തിട്ട് മിസ്സിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഇനി മിസ്സിനോട് ആരൊക്കെയെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ മേരി മിസ്സേ, ഹലോ ഹലോ, കേൾക്കാമോ? മേരി മിസ്സേ, ഒരുപാട് സന്തോഷം. ഞാൻ അവിടെ പഠിച്ച ഒരു കുട്ടിയാണ്, മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് അനിത എന്നാണ്. ഞാന് 2008 2013 ബാച്ചാണ്. സെന്റ് മേരീസിലെ. ഞാൻ ടീച്ചറിനെ കണ്ടിട്ടുണ്ട്. അവിടെ 1-2 ഫംഗ്ഷൻസിന് ടീച്ചർ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞങ്ങളൊക്കെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ മേഖലയിലേക്കൊക്കെ കടന്നു വന്നത്. അപ്പൊ ഞങ്ങളോട് എന്താണ് ഈ പുതുതലമുറയിലെ അധ്യാപകരോട് ടീച്ചർക്ക് എന്ത് ഉപദേശമാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് തരാനുള്ളതെന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മള് പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാല്, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഞങ്ങള് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ഞങ്ങള് കോളേജിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മളോടുള്ള അടുപ്പം, ഞങ്ങൾക്ക് കുട്ടികളോടുള്ള അടുപ്പം, ഞങ്ങൾക്ക് ഓരോ ബാച്ചിലെ കുട്ടികളും നമ്മുടെ സ്വന്തം കുട്ടികളാണെന്നുള്ള ഒരു മാനസികാവസ്ഥയില് അവിടെ വീട്ടിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. പിന്നെ നമ്മള് അവിടെ കുട്ടികളുടെ അടുത്ത് മിങ്കിൾ ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് ഒന്നാമത് സമയമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സമയമില്ല. അന്നൊക്കെ ഇയർ വൈസ് എക്സാമല്ലേ ആയിരുന്നു. ഇഷ്ടംപോലെ സമയം കിട്ടും. നമുക്ക് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സമയമൊക്കെ ധാരാളം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. കുട്ടികളെ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഇപ്പോഴത്തെ നിലപാടിൽ തോന്നുന്നത് അങ്ങനെയുള്ള ഒരു സമയോ അവസരമോ ആർക്ക് ലഭിക്കില്ല. എല്ലാവരും തിരക്കിലാണ്. പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കുക, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാകുമ്പോ ഈ ഒരു ബന്ധത്തിന് അത് അത്രയ്ക്ക് പണ്ടുണ്ടായിരുന്നത്ര ഉണ്ടാവുന്ന എനിക്ക് അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വാട്സാപ്പും പറ്റിയുള്ള കാരണം അവർക്ക് എപ്പോ വേണമെങ്കിലും ടീച്ചേഴ്സിനോട് ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ആ കാലഘട്ടത്തെ പോലെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ അനുസരിച്ച് അതെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു മിസ്. മാത്സിലെ
മേധാവിയായിട്ട് കുറെ കാലം വർക്ക് ചെയ്ത യുഎസിയിലും ഇന്ത്യയിലുമായിട്ട് തന്റെ അധ്യാപകന കാലം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ് എല്ലിൻ പഠിപ്പിച്ചതാണ്. വളരെ നിഷ്ഠയോട് നിങ്ങൾ ചെയ്യുന്ന ഇപ്പോഴും മിസ്സിനെ ഓരോ വളരെ ചിട്ടയോട് കൂടിയാണ് മിസ് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ സ്നേഹത്തോടെ ഏറ്റവും ആദരവോടു കൂടി മിസ്സിന്റെ വാക്കുകൾ മിസ്സിന് കേൾക്കാനില്ലേ? മിസ് എല്ലിൻ കേട്ടില്ലേ? മിസ് എല്ലിൻ അതുകൊണ്ട് ഞാനങ്ങനെ മുന്നോട്ടാണ്. അപ്പൊ ഇപ്പൊ ശരിയായി അല്ലേ? ഇപ്പൊ ശരിയായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാനുണ്ട്. മിസ്സിനെ കേൾക്കാണ്ട്. ഞാൻ മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിസ് കേൾക്കണ്ട്. തുടങ്ങാം അല്ലേ? ആയിക്കൊടുക്കുന്നത്. നമസ്കാരം. സെന്റ് മേരീസ് കോളേജിലെ അധ്യാപകനാണ് എപ്പോഴും ഒരു ഹൃദ്യമായ അനുഭവം തന്നെയായിരുന്നു എനിക്ക്. 3 പതിറ്റാണ്ടിലേറെ ഞാൻ 3 കോളേജുകളിലായി. മേഴ്സി കോളേജ്, പാലക്കാട്, വിമല ആൻഡ് സെന്റ് മേരീസ് കോളേജ്, തൃശ്ശൂർ. ഗണിതശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാലം സെന്റ് മേരീസിൽ തന്നെയായിരുന്നു, 20 കൊല്ലം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധനും സമർത്ഥനായ അധ്യാപകനും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിയുമായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ, ബനാറസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, UGC ചെയർമാൻ, യുനെസ്കോ ചെയർമാൻ, സോവിയറ്റ് യൂണിയൻ അംബാസഡർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യയിൽ അംബാസഡറായിരുന്ന കാലത്ത് അവസാനം സ്റ്റാലിന്റെ കണ്ണു നിറഞ്ഞുവെന്ന് ഞാൻ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. സ്നേഹത്തിന്റെ ഭാഷ അറിഞ്ഞിട്ടില്ലാത്ത സ്റ്റാലിന് ഡോക്ടർ രാധാകൃഷ്ണന്റെ സ്നേഹവും കരുതലും അറിവും എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ച ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്റഗ്രിറ്റിക്ക് മാനസികവും വളർച്ചയ്ക്ക് ഊന്നൽ കൊടുത്തുള്ള ഒരു വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് നമ്മുടെ CMC മാനേജ്മെന്റ് സെന്റ് മേരീസ് പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കലാലയത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഭാഗ്യം കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ടീച്ചിങ് ഇസ് ദ നോബ്ലസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷൻസ് എന്ന് പറയാറുണ്ട്. T for talent, E enduring, A affectionate, H honesty, R ഈ ഒരു ടീച്ചറിൽ ആ ടീച്ചർ വിദ്യാർത്ഥികളെ ഇൻസ്പയർ ചെയ്യാൻ പ്രാപ്തരാകും. അങ്ങനെയുള്ള ഗുരുഭൂതരെ വിദ്യാർത്ഥി സമൂഹം എന്തോ ക്ലിയർ ആവണില്ലേ? ക്ലിയർ ആവുന്നില്ലേ ഭഗവതി? ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ you educate an individual, but ക്ലിയർ ആവുന്നില്ല. when you educate a woman, you educate a whole family. That's the generation itself. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള വിമൻസ് കോളേജുകൾ സമൂഹത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പരസ്പരം സ്നേഹത്തിനും ബഹുമാനത്തിനും പങ്കുവയ്ക്കലിനും പ്രാമുഖ്യമുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ വിദ്യാർത്ഥികൾ സ്വായത്തമാക്കണം. ഈ കലാലയത്തിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി പോകുന്നവർ ഭൗതിക വിജ്ഞാനത്തിനുപരിയായി ജീവിതത്തിലെ പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിടാൻ കരുത്താർജിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ടീച്ചർ എന്ന പദം അന്വർത്ഥമാകുന്നത് അധ്യാപനം ഒരു വൊക്കേഷൻ, ഒരു കോളിംഗ്, ഒരു വിളിയായി നമ്മുടെ ജീവിതത്തിൽ നാം സംശീകരിക്കുമ്പോഴാണ്.
ഇന്നത്തെ എല്ലാ ടീച്ചേഴ്സിനും അതിന് സാധിക്കട്ടെ. അധ്യാപനം ഒരു വൊക്കേഷനായി അവർക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രൊഫസർ ഡോക്ടർ പാർവതിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മിസ്സിന്റെ വാക്കുകള് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി, ഊർജദായകമായി. ഇനി ആർക്കെങ്കിലും നമ്മുടെ പുതിയ ടീച്ചേഴ്സിനും കുട്ടികൾക്കോ മിസ്സിനോട് എന്തെങ്കിലും ചോദിക്കാൻ, മിസ് വളരെ അനുഭവ സമ്പത്തുള്ള ആളാണ്, വളരെ കാര്യശേഷിയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം, മിസ്സിനോട് ഉപദേശങ്ങൾ തേടാം. ഹലോ, ഗുഡ് മോർണിംഗ് മിസ് സെലിൻ. സിസ്റ്റർ ജൂലി ആൻഡ്രൂസ് ആണ്. സെന്റ് മേരീസ് കോളേജിലെ മിസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1993 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടത്തിലെ പ്രീ ഡിഗ്രി, അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകളിലും PG ക്ലാസ്സുകളിലും മിസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മിസ്സിനെ ഞാൻ ജീവിതയാത്രയിലെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് കാലങ്ങളുടെ സമയത്ത് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ടായിരുന്നു. മിസ്സിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അസുലഭ ഭാഗ്യം എനിക്ക് ലഭിക്കാനായിട്ട് ഇടവന്ന ഒരു സിസ്റ്റർ ആയതിനു ശേഷം. അപ്പൊ ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി മിസ്സിനെ ഓർക്കാണ് ഈ ദിവസങ്ങളിൽ. പ്രത്യേകമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് മിസ്സായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മിസ് പകർന്നു തന്ന മൂല്യങ്ങള്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പാഠങ്ങള് ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ടീച്ചേഴ്സ് ഡേക്ക് മിസ്സിനോട് എല്ലാ തരത്തിലും ഞങ്ങൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങള് പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള മറ്റ് ടീച്ചേഴ്സിനെയും എനിക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പകർന്നു തന്ന വലിയ ചൈതന്യം സ്വന്തമാക്കി ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് എനിക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്, സിസ്റ്റർ അൽഫോൺസയെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരുള്ള ഹൗസിലാണ്, സിസ്റ്റർ അൽഫോൺസ് പാലക്കാടുള്ള ഹൗസാണ്. എന്നിരുന്നാലും സിസ്റ്റർ ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. താങ്ക്സ് അലോട്ട് സിസ്റ്റർ അൽഫോൺസ. മിസ് ലക്ഷ്മി, അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച മിസ്സുമാരെ ഇതിൽ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. മിസ് ഡോളി, അങ്ങനെ മിസ്സുമാരെ ഇവിടെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക്സ് അലോട്ട് ഫോർ ഓർഗനൈസിങ് ദിസ് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് അവർ ഡിയർ ലവിംഗ് മിസ് മേരിക്കുട്ടിയെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ക് യു മിസ്. മിസ് പാർവതി ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണ്. എന്നെ ഒത്തിരി സ്നേഹിക്കുകയും സ്പർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സിസ്റ്റർ മാർഗ്രറ്റ് മേരിയും ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ആ സമയത്ത്. മിസ് റോസി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. മിസ് ഡോളി, മിസ് സ്വർണ്ണയൊക്കെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. മിസ് കല്യാണിക്കുട്ടി മിസ് ഉണ്ടായിരുന്നു. മിസ് ലക്ഷ്മി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള മിസ്സാണ്. ഒരുപാട് പേരെ ഞങ്ങളെ ഈ ഒരു വേദിയിൽ കാണാനായിട്ട് സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു മൈ ഡിയർ ലവിംഗ് ടീച്ചേഴ്സ്. താങ്ക് യു മിസ്. മിസ് സെലിൻ, സിസ്റ്റർ ജൂലി വാക്ക് വളരെ എന്താ പറയാ, ഒരു എനർജി തരുന്നത് തന്നെയാണ് സിസ്റ്റർ വാക്ക്. സിസ്റ്റർ സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ ടീച്ചറാണ്. രണ്ട് നിലയ്ക്കും സിസ്റ്ററോട് നന്ദി പറയുന്നു. മിസ്സേ വളരെ നന്ദി മിസ്സിന്റെ വാക്കുകൾക്ക്. ഈ അധ്യാപക ദിനത്തിൽ നമ്മളുടെ ഈ ദിവസം അവിസ്മരണീയമാക്കാനായിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത മോളി മിസ് നമ്മുടെ കൂടെ ചേരുകയാണ്. മിസ്സിന്റെ അനുഭവങ്ങൾ നമ്മളോട് മിസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ടീച്ചേഴ്സിനും ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സിനും ഒരുപോലെ സാലി. ഹലോ. അപ്പോൾ ഈ അധ്യാപക ജീവിതം എന്ന് പറയുന്നത് ധന്യമായ ഒരു ജീവിതമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ 30 വർഷം 33 വർഷം അധ്യാപകരായി ജോലി ചെയ്തു. എന്നെ പഠിപ്പിച്ച എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും എല്ലാവരോടും ഉള്ള അടുപ്പവും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഒരു ഗ്രേറ്റ് ടീച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്
പറയുന്നത്. അപ്പൊ പുതിയ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സായി. നമസ്കാരം. താങ്ക് യു മോളി മിസ്. മോളി മിസ് പറഞ്ഞ പോലെ മിസ് ഒരു ശരിക്കും ഒരു ഇൻസ്പയറിംഗ് ടീച്ചർ തന്നെയായിരുന്നു. മിസ് ശരിക്കും സ്റ്റുഡൻസിനും മിസ്സിന്റെ കൊലീഗ്സിനും, ഞാനൊക്കെ വളരെ ജൂനിയർ ആയിട്ട് ഇരുന്നിട്ട് പോലും മിസ് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു എല്ലാ തലത്തിലും. അപ്പൊ ഈ ടീച്ചേഴ്സ് ഡേക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ സീനിയർ ടീച്ചേഴ്സിനും മുമ്പിൽ തല കുനിച്ചുകൊണ്ടും സഹപ്രവർത്തകരായ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേയും കൂടെ പറയുന്നു. താങ്ക് യു മിസ്. ഈ ഒരു അധ്യാപക ദിനത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും എനർജറ്റിക് ആയ ഞങ്ങളുടെ ചരിത്ര വകുപ്പിന്റെ പ്രിയപ്പെട്ട വസന്ത മിസ്സിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്സിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഇപ്പോൾ. വസന്ത മിസ്, സ്വാഗതം മിസ്. Hi, good morning everyone. You hear me? Yes, miss. You can hear me. Okay. First of all, I would like to render my humble pranams to all my teachers who blessed me, who inspired me to become a teacher. Of course, my dream was to become a teacher, and I am blessed in becoming a teacher in this holy institution. Of course, you said that I should share my experience in this college. We lived here, we worked here, we enjoyed our life. It is said that, especially I can say that because of the cordial atmosphere, or we can say the great support from the side of management, principal, teachers, and students, we were able to enjoy our life. And especially I feel that it was more than a home, it was our second home. And the relationship we maintained was something very homely. There were, hello, you can hear me? Yes, ma'am. Then especially the St. Mary's College atmosphere was a well-knit atmosphere. Here, there was a close relationship between the teachers, teaching, non-teaching, students, and everyone. We had very good time. The full support was given to us by the principal. The students, dear students, were also very good, and we celebrate irrespective of caste, creed, and religion. We celebrated all the programs in the college. College day was a great event in our life. Then beside college days, we celebrated Onam, Christmas, just like in the house. It was a very good experience. I feel that best part of my life was spent in this college. My friends, and all of us were friends. When I came as a junior teacher, I got full support from all my seniors. They were really supportive. They advised us, and we were able to create a very good atmosphere because, and especially I appreciate this college because not only intellectual knowledge we used to give, we used to bring about, we gave special emphasis to spiritual, emotional, moral values. And the students also were very free. We gave them free of expression, and various values were taught to them. In short, I can say that we had a very good time in this college. In it, and not only in the indoor activities, in outdoor activities also our students participated. Academically, this college is excellent, I can say, and very proudly I say that our students have occupied a very high position in this college. The very head of the Department of History and other students,
They are all our own students who are following our own lineage. And beside this, we have, after retirement also, we have a close contact with this college, because after retirement, all retired teachers, we have formed an association that is called SMART, that is St. Mary's Association of Retired Teachers. And we are still maintaining the same relationship which we had before retirement. And we have college in all the functions, every way they call us, we participate. So being a Teachers Day, I would say that teaching is the best profession. Let me quote these words. The inspired teacher complains, a mediocre teacher tells, a good teacher explains, a superior teacher demonstrates, a great teacher inspires. Dear teachers, a bit of advice to the present teacher. Teacher, it is an heart-to-heart relationship we deal with. Teaching is one profession that creates all other professions. So, dear teachers, become an inspiring teacher. Once again, I wish you happy Teachers' Day. Thank you. God bless. Thank you. താങ്ക് യു വസന്ത മിസ്. വസന്ത മിസ്സിനെ പറ്റി 2 വാക്ക് പറയണമെന്നുണ്ട്. ഞങ്ങള് ഫസ്റ്റ് ഇയർ വന്നപ്പോ തന്നെ മിസ്സായിരുന്നു ഞങ്ങളുടെ ട്യൂട്ടർ. മിസ് വളരെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ മിമിയാണ് മിസ്. മിസ്സിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാഠമാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എൻജോയ് ചെയ്യണം. നമ്മുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് എൻജോയ്മെന്റും എന്റർടൈൻമെന്റും കൂടെ ഒന്നിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ മിസ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. മിസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫൈൻ ആർട്സിന്റെ ഒക്കെ ഇൻചാർജ് ആയിരുന്നു നമ്മുടെ കോളേജില്. മിസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും റിട്ടയർമെന്റിന് ശേഷവും മിസ് എൽഡർ മെരിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ഒക്കെ ആയിട്ട് നമ്മുടെ കോളേജുമായിട്ട് അടുത്ത ബന്ധം തന്നെ, ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മിസ് പറഞ്ഞ പോലെ തന്നെ മിസ് ഞങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മിസ്. മിസ്സിന്റെ യൂറോപ്യൻ ട്രിപ്പിന് ശേഷവും മിസ് കോളേജിൽ എത്തുകയും നമ്മുടെ കുട്ടികളുമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മിസ്സേ, ഒരുപാട് നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്. ജിജി ഫ്രാൻസിസ് ആണ്. മിസ്സേ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ വന്നപ്പോ ഞങ്ങളുടെ അമ്മയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ മിസ് അത്ര എൻജോയ് ചെയ്യുന്നു. മിസ്സിന്റെ ഇംഗ്ലീഷും മലയാളം കൂട്ടിക്കലർത്തിയിട്ടുള്ള ആ ക്ലാസ്, എനിക്ക് തോന്നുന്നു ഫ്യൂഡലീസ് ആയിരുന്നു ആ ആദ്യത്തെ ടോപ്പിക്. അതടക്കം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ മിസ് ഇപ്പോഴും എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. വെരി എനർജറ്റിക്, വെരി പ്ലസന്റ് ആണ്. മിസ്സിനെ കാണുമ്പോ തന്നെ നമുക്ക് എന്തൊരു എനർജിയാണ് നമുക്ക് തന്നെ പകർന്നു കിട്ടുന്നത്. താങ്ക് യു. ഞങ്ങളുടെ അധ്യാപികയായി ഞങ്ങളുടെ കൂടെ ഇപ്പോഴും എപ്പോഴും കൂടെ നിൽക്കുന്നതിന് വളരെയധികം നന്ദി മിസ്. Okay, Gigi and Mimi, thank you so much for all the words of appreciation. ഇന്നും I am little busy ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. That's why I just shared few words with you all. എന്തായാലും thank you. I know, be happy always. You will achieve. God bless. All the best, dear teachers. Thank you. Thank you. ഹലോ, അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ചരിത്ര വിഭാഗത്തിലെ സെലിൻ മിസ് ആണ് ചേരുന്നത്. സെലിൻ മിസ്സിന്റെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. സെലിൻ മിസ്, സ്വാഗതം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ, കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മനസ്സിലെന്നും വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു ദിവസമാണ് അധ്യാപക ദിനം എന്നൊക്കെ പറയുന്നത്. ഈ കൊറോണ കാലത്ത് ശാരീരിക അകലമോ മാനസിക അകലമോ ഒന്നും ഈ അധ്യാപക
മങ്ങലും ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടില്ല. ജീവിതത്തിന്റെ ഈ സായാഹ്നത്തില് എത്തി നിൽക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തില് ഈശ്വരൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സെന്റ് മേരീസ് കോളേജിലെ 32 വർഷത്തെ അധ്യാപക ജീവിതം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയത് കൊണ്ട് മാത്രം നമുക്ക് ഒന്നില്ല. ദീർഘകാലത്തെ അധ്യാപനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അറിവ് എന്നൊക്കെയുള്ളത്. ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് നല്ല മാർക്ക് ഒക്കെ ആയിരിക്കാം നമ്മൾ പഠിച്ച് അവരുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുക. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ അധ്യാപക ജീവിതം അല്ലായിരുന്നെങ്കിൽ ഇത്രയധികം പുസ്തകങ്ങൾ വായിക്കാനും അധികം കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു തൃഷ്ണ നമുക്ക് ഉണ്ടാകുമായിരുന്നോ എന്ന്. അതുകൊണ്ട് അധ്യാപക ജീവിതം എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു തൊഴിലിനപ്പുറം ഒരു സുഖമുള്ള ജീവിതചര്യയായിട്ട് തന്നെ മാറുകയായിരുന്നു. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ഞങ്ങൾ തമാശനാണെങ്കിലും ഞങ്ങളെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, പലർക്കും റിട്ടയർ ചെയ്യുന്നവരെ മുടി നരയ്ക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ യൗവനം ചോർന്നു പോവാറില്ല. കാരണം അവരൊക്കെ സ്ഥിരമായി ഈ യുവതലമുറയുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന്. അധ്യാപക ജീവിതം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങലും ആണ്. നമ്മൾ അവർക്ക് അറിവ് കൊടുക്കുന്നതിനൊപ്പം നമ്മളറിയാതെ അവരറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം, അവരുടെ യൗവനം, അവരുടെ ഊർജം ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ അധ്യാപക ദിനത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും അവരുടെ നന്മകളെയും നല്ലതിലേക്ക് പ്രചോദിപ്പിച്ച അവരുടെ വാക്കുകളെയും ഒക്കെ ഏറെ ആദരപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പഠിപ്പിക്കാൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് മാർഗദർശികളായിരുന്ന ഞങ്ങളുടെ മുതിർന്ന അധ്യാപികമാർ, സ്നേഹമുള്ള പ്രിൻസിപ്പൽമാർ, അവരെ എല്ലാവരെയും ഓർക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ അധ്യാപക ദിനം ഞാൻ എടുക്കുകയാണ്. എന്റെ മുന്നിലൂടെ കടന്നുപോയ 2 തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ആദ്യമായി ഒരു ദിവസം ഞാൻ പാരലൽ കോളേജിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ മുതൽ സെന്റ് മേരീസ് കോളേജിൽ പഠിപ്പിക്കാൻ വന്ന കാലത്തെ ആദ്യത്തെ മിടുമിടുക്കികളായ പ്രീ ഡിഗ്രിക്കാർ, ഏറ്റവും അവസാനം ക്ലാസ് എടുത്ത 2ാം വർഷ PG വിദ്യാർത്ഥികൾ, അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ലോകത്തിന്റെ എവിടെയാണെങ്കിലും അവരൊക്കെ സുഖമായി ഇരിക്കട്ടെ, സുരക്ഷിതരായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിഗൂഢമായിട്ട് ഉള്ള ഒരു സങ്കടത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ ചില വിദ്യാർത്ഥിനികൾ, ഞങ്ങളുടെ മുതിർന്ന ചില സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് വിഷമം അനുഭവിക്കുന്ന ഞങ്ങളുടെ ചില വിദ്യാർത്ഥിനികൾ, അവരെയൊക്കെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഏതൊരാളുടെ ജീവിതത്തിലും കണ്ണിൽ തിളക്കത്തോടുകൂടി ഓർക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടാവും. എല്ലാ അധ്യാപകരുടെ ജീവിതത്തിലും അവരെ കൈപിടിക്കാൻ കഴിയുന്ന, അതിന് മനസ്സുള്ള, അല്ലെങ്കിൽ അതിന് കരുത്തുള്ള കുറെ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവരുടെ ഇടയിലെ ഈശ്വരന്റെ അദൃശ്യമായ ഒരു സ്നേഹ സ്പർശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാലത്തെയും ദേശത്തെയും ഒക്കെ അതിജീവിക്കാൻ കഴിവുള്ളതാണ്. ഈ അധ്യാപക ദിനത്തിൽ ഞങ്ങളെയൊക്കെ ആദരിക്കാനും ഞങ്ങൾക്ക് 2 വാക്ക് പറയാനും ഒക്കെ അവസരമുണ്ടാക്കി തന്ന സെന്റ് മേരീസ് കോളേജിലെ ബഹുമാനിയായ പ്രിൻസിപ്പലിന്, ഇതിന്റെ സംഘാടകരായ അധ്യാപികമാർക്ക്, സെന്റ് മേരീസ് കോളേജിലെ മറ്റെല്ലാ അധ്യാപികമാർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ
പഠിപ്പിച്ച് ജീവിച്ച് കടന്നുപോയ സെന്റ് മേരീസിലെ ക്ലാസ് മുറികൾ ഇനിയും ദൃഢമായ ഊഷ്മളമായ ഗുരുശിഷ്യ ബന്ധം കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ അധ്യാപകരായ എല്ലാ സഹപ്രവർത്തകർക്കും അധ്യാപികമാരായ എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രത്യേകമായി അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അധ്യാപക ദിനത്തിന്റെ സ്നേഹം നിറഞ്ഞ വർണ്ണപ്പകിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സെലിൻ മിസ്. സെലിൻ മിസ്, ഹലോ ഹലോ. സെലിൻ മിസ്, ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോ സംസാരിച്ചതിനും ഞങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ മിസ്സിന്റെ എക്സ്പീരിയൻസ് മിസ് ഞങ്ങൾക്ക് പകർന്നു തന്ന എക്സ്പീരിയൻസ് എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം പോലെയാണ്. കൊലീഗ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിലും മിസ് ഞങ്ങളൊക്കെ വളരെ വൈകി വന്ന അല്ലെങ്കിൽ വളരെ പ്രായ വ്യത്യാസത്തിലൊക്കെ വന്ന ഞങ്ങളെ ഓരോരുത്തരെയും എത്രമാത്രമാണ് മിസ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നും ഓർമ്മയാണത്. ഒരു ഹരിതാപമായ ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സുകളിൽ എന്നും. അത് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ മാത്രമല്ല, പാഠ്യേതരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രകൃതിയെ എങ്ങനെയാണ് ഒരു വ്യക്തി സ്നേഹിക്കേണ്ടത് എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു മിസ് ഞങ്ങൾക്ക് ഈ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു ഘട്ടമായാലും ഏതു കുട്ടികളുടെ ആയാലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അതില് എത്ര മനോഹരമായിട്ടാണ് അതിൽ ഇടപെടുക എന്നുള്ളതും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള എത്ര മനോഹരമായ ഉപദേശങ്ങളാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതും ഇതുവരെ തന്നിട്ടുള്ളതും എന്നുള്ളതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരാണ് മിസ്സിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇന്ന് എന്തായാലും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ മിസ് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ സെലിം മിസ്സിനും സാലിം മിസ്സിനും വസന്ത മിസ്സിനും പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മിസ്മാർക്കും ഈ അധ്യാപക ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ഷൈനി, നന്ദി. ഷൈനി, വളരെ നന്ദി. വളരെ പിന്നിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ നിങ്ങളാണ് എന്നെ ഈ സാങ്കേതിക വിദ്യയൊക്കെ നന്നായി ഓക്കെ. താങ്ക് യു. സെലിമിസിനെ കുറിച്ച് ഒരു വാക്ക് ഞങ്ങളുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ വടവൃക്ഷം ആയിട്ടാണ് ഞങ്ങൾ മിസ്സിനെ എപ്പോഴും പറയാറുള്ളത്. കാരണം നമുക്ക് തണലേകിയും വളരെ കൃത്യമായ രൂപരേഖയിലൂടെ നമ്മളെ നയിച്ചും എപ്പോഴും എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഒരുപാട് നന്ദി മിസ്സേ. മിസ്സിന്റെ സ്റ്റുഡന്റ് ആയിരിക്കാൻ സാധിച്ചതിലും ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലും ഇന്നും ഞങ്ങളുടെ മാർഗദർശിയായി നിലകൊള്ളുന്നതിനും താങ്ക് യു മിസ്സേ. താങ്ക് യു. താങ്ക് യു. സെലിമിസേ, ഹലോ. സെലിമിസേ, ഞാൻ വന്ദനയാണ്. എന്താണ് വന്നത്? മിസ്സിന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോ ഞാൻ മിസ്സിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിസ് ഭയങ്കര ശാന്തയും ഭയങ്കര സൗമ്യവും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിസ്സിന്റെ. മിസ്സിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ എനിക്കൊരു കോട്ടിംഗ് ആണ് ഓർമ്മ വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടീച്ചർ plants the seed of knowledge, sprinkles them with love and patiently nurtures their growth to produce tomorrow's dreams. അതായത് മിസ് വളരെ പേഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന, മിസ് നമ്മളെ ഒന്നിനും നിർബന്ധിക്കാറൊന്നുമില്ല. വളരെ പേഷ്യന്റ് ആയിട്ടൊരു മാറി നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്ന വളരെ കൂളായിട്ടുള്ള വളരെ ശാന്തയായിട്ടുള്ള ഒരു മിസ്സായിരുന്നു മിസ്. അപ്പൊ മിസ്സിനോട് ഒരുപാട് നന്ദി. അന്ന് കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ഒരുപാട് നന്ദി പറയുന്നു മിസ്സേ. താങ്ക് യു വെരി മച്ച് മിസ്സേ. ശരി വന്ദന, നിങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വൈകാലത്ത് ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട്. Okay, I'm very grateful to be your student, Missy. Okay, Missy. Thank you, Missy. അടുത്തതായി എന്നെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോ എന്റെ ക്ലാസ് മിസ് ആയിരുന്ന ഞങ്ങളുടെ HOD ആയിരുന്ന സാലി മിസ്സിനെ വിളിക്കുകയാണ്. സാലി മിസ് വളരെ ഇതുപോലെ തന്നെ ഞാൻ
എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ വളരെ സൗമ്യയും ശാന്തരൊക്കെ ആയിരുന്നു. സാലിമിസ് ശരിക്കും അമ്മേനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് സാലിമിസിന്റെ. സാലിമിസിനെ ഒരുപാട് നന്ദിയോടും സ്നേഹത്തോടും കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു മിസ്സേ. ഹായ് ഹായ് നമസ്കാരം. ഹായ് മിസ്സേ. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ നിങ്ങളോട് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രിൻസിപ്പലിനോടും കോളേജിലെ എല്ലാ ഇതിന്റെ ഭാരവാഹികളോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി അധ്യാപക ദിനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഒരിക്കലും അധ്യാപക ദിനത്തിന്റെ അതിന്റെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് അല്ല പോകാറ്. സാധാരണ ഞാൻ ചിന്തിക്കാറ്, ഞാൻ ഈ 33.5 വർഷം സെന്റ് മേരീസിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടമാണ് എപ്പോഴും ഓർക്കാറ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തന്ന നിമിഷങ്ങളായിരുന്ന 33.5 വർഷം. 22 വയസ്സിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നത് നേരെ ഗ്രോട്ടോയുടെ മുമ്പിലേക്കാണ്. അതോടൊപ്പം 33.5 വർഷം എന്നും ആ മുറ്റത്ത് കൂടി കടന്നു പോകുമ്പോൾ ഇന്ന് ശരിക്കും എനിക്കത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കോളേജിന്റെ. കൂടാതെ എനിക്ക് മാനേജ്മെന്റ്, പിന്നെ എല്ലാ പ്രിൻസിപ്പൽമാരും, എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അന്നുണ്ടായിരുന്ന സഹപ്രവർത്തകര്, പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം എന്റെ ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ടായിരുന്നവരും എനിക്ക് ഒത്തിരി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു, ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു ഇവരെല്ലാം. പ്രത്യേകിച്ച് എന്റെ സീനിയർ ടീച്ചേഴ്സ് മിസ് ജമ്മ, മിസ്സിസ് തോമസ്, സിസ്റ്റർ ഫിലോ തുടങ്ങിയവരെല്ലാം. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ അവസരത്തിൽ സിസ്റ്റർ അൽഫോൻസിയെയും ആനിയെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സിസ്റ്റർ ക്രിസ്റ്റിന അടക്കം പലരെയും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനൊരു അവസരം ഒരുക്കി തന്നതിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കൂടാതെ ഈ 33.5 വർഷം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, എന്തൊരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് ഈ കോളേജിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഒരാൾക്കും കിട്ടാത്ത ഒരു വലിയൊരു എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യവതിയാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം വെറും ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ ആ 33.5 വർഷം ശരിക്കും ഒരു വീടിനേക്കാൾ ഉപരി വലിയൊരു ഒരു ഹോംലി സ്വന്തം വീടെന്നാണ് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോരുമ്പോൾ ശരിക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമം ഇല്ലാതാക്കാൻ സാധിച്ചത് ഞാൻ പഠിപ്പിച്ച തന്നെ എന്റെ കുട്ടികള്, അതായത് ജിജി, മിമി, വന്ദന, ഇവരെല്ലാവരും ഏൽപ്പിച്ചിട്ട്, കൂടാതെ ഷൈനി, സ്വപ്ന തുടങ്ങിയവരൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരെ കൈ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഈ അവസരത്തില് പ്രത്യേകമായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല. അതായത് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, അതാണ് ഏറ്റവും ആവശ്യം. കാരണം ചെയ്യുന്ന ജോലിക്ക് ഒരിക്കലും നമ്മൾ കണക്ക് പറയരുത്, എപ്പോഴും ആത്മാർത്ഥത, അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതോടൊപ്പം തന്നെ വിനയവും, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള മുന്നോട്ട് ആരോഗ്യപരമായ ജീവിതവും സന്തോഷകരം. ഇത് നിങ്ങൾ പറയാറുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് വീഡിയോ ക്ലാസ്സും, അതങ്ങനെ വിചാരിക്കരുത്. കാരണം സ്വയം നമ്മൾ മനസ്സിലാക്കുക, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാലഘട്ടമുണ്ട്, അതിലൂടെ കടന്നു പോകണം. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളോടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അതൊരു പ്രയാസമായിട്ട് തോന്നരുത്. നമ്മളുടെ ജോലി നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടീച്ചേഴ്സ് ഡേയിൽ എനിക്ക് പ്രത്യേകമായിട്ട് കൂടുതൽ സമയം ഞാൻ ചെലവാക്കുന്നില്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്, അധികം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു സാലിമിസ്. ശരിക്കും ഒരു അമ്മയുടെ ഒരു വാക്ക് മിമി പറഞ്ഞോളൂ. ശരിക്കും വന്ദന പറഞ്ഞ പോലെ തന്നെ ശരിക്കും അമ്മയുടെ സ്നേഹത്തോടുകൂടെ നമ്മളെ ആവശ്യമുള്ള തിരുത്തലുകളൊക്കെ നടത്തി നമ്മളെ മുന്നോട്ട് നയിച്ച വ്യക്തിയാണ് സാലിമിസ്. ഒരുപാട് നന്ദി മിസ്സേ. എങ്ങനെയായിരിക്കണം ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ കാണിച്ചു തന്ന ഞങ്ങളുടെ സാലിമിസ്. കാരണം ഒരു അമ്മയുടെ വാത്സല്യം എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മിസ് എപ്പോഴും, ഇപ്പൊ മിസ് റിട്ടയർ ചെയ്തു അതിനുശേഷമാണെങ്കിലും നമ്മളതിനെ വളരെ കെയർ ചെയ്യുന്ന, ചരിത്ര ക്ലാസ്സുകളിൽ ഒരു പുസ്തകം പോലും ഇല്ലാതെ വന്ന് ബോർഡില് വേൾഡ് മാപ്പ് മൊത്തമായി വരച്ച് നല്ല രസകരമായി ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാലിമിസ്. മിസ്സെ ഒരുപാട് സന്തോഷം മിസ്സിനോട് ഈ ഒരു വേദിയിൽ സംസാരിക്കാനൊക്കെ പറ്റിയതിനും മിസ്സിന്റെ വാക്കുകൾക്കും ഒരുപാട് നന്ദി മിസ്സെ. താങ്ക് യു. സാലിമിസ്, ഹലോ പറഞ്ഞോളൂ. ഞാൻ സ്വപ്നയാണ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. സെയിം ടു യു. മിസ്സേ, മിസ്സുമാര് പഠിപ്പിക്കാത്തത് എന്നെ ഷൈനി മിസ്സിനെയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
ഞങ്ങളെ സ്വന്തം കുട്ടികളെ പോലെയാണ് മിസ് കൺസിഡർ ചെയ്തിട്ടുള്ള. എപ്പോഴും കുറച്ച് നാളാണ് മിസ്സിന്റെ കൂടെ മിസ്മാരെ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും എല്ലാ കെയറും വാത്സല്യവും ഞങ്ങൾക്ക് എപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ അതിന് പ്രത്യേകം നന്ദി പറയുന്നു. സ്നേഹത്തോടെ വാത്സല്യത്തോടെയുള്ള നിങ്ങളുടെ ഓരോ വാക്കുകളും ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ധൈര്യം നൽകുകയാണ്. ഇപ്പൊ മിസ്മാർക്ക് വസന്ത മിസ്, സെലിം മിസ്, സാലി മിസ് എല്ലാവരും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. മിസ്മാർക്ക് പ്രത്യേകം നന്ദി, സ്നേഹം. താങ്ക് യു സ്വപ്ന, താങ്ക് യു. അടുത്തതായി അൽഫോൺസ് സിസ്റ്ററിന്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. സിസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെന്റ് മേരീസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ ഒരുപാട് നാള് ജോലി ചെയ്ത് അതിനുശേഷം പാലക്കാട് മേഴ്സി കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു സിസ്റ്റർ. സിസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റർ നമ്മുടെ കോളേജ് ക്യാമ്പസിന് പുറത്തും ഒരു വലിയ ലോകം നമുക്ക് വേണ്ടിയുണ്ട് എന്നുള്ളത് ഞങ്ങളെ ബോധ്യമാക്കി തന്നത് സിസ്റ്റർ ആണ്. ഏറ്റവും സ്നേഹത്തോടെ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. അൽഫോൺസ് സിസ്റ്റർ. എനിക്ക് തോന്നുന്നു സിസ്റ്റർ നെറ്റ്വർക്ക് ഇഷ്യൂവിന്റെ പേരിൽ എക്സിറ്റ് ആയി എന്ന് തോന്നുന്നു. കുറച്ച് സമയത്തിന് ശേഷം സിസ്റ്റർ ജോയിൻ ചെയ്യും. അടുത്തതായി നമുക്ക് നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ക്രിസ്ലിൻ സിസ്റ്ററിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഹലോ, ക്രിസ്ലിൻ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ക്രിസ്ലിൻ സിസ്റ്ററും നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹലോ, നമുക്ക് നമ്മുടെ കൂടെ ജോസഫൈൻ മിസ് ഉണ്ട്. ബിന്ദു മിസ് ഉണ്ടോ മീറ്റിംഗില്? ഹലോ, ഹലോ ബിന്ദു മിസ്, നമ്മുടെ കോളേജിന്റെ എക്കാലത്തെയും സജീവ സാന്നിധ്യമായ നമ്മുടെ ജോസഫൈൻ മിസ്, നമ്മുടെ മുൻ ഐക്യവേസി കോർഡിനേറ്റർ, ഏറ്റവും സൗഹൃദപരമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ കുട്ടികളുമായും സഹപ്രവർത്തകരുമായി ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ ജോസഫൈൻ മിസ്സിനെ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫൈൻ മിസ്, സ്വാഗതം. മിസ് കേൾക്കുന്നില്ല. ഹലോ, ജോസഫൈൻ മിസ്, മിസ് കേൾക്കുന്നില്ല. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇപ്പോൾ റെഡിയാവും.
ഇല്ല മിസ്സേ, കേൾക്കുന്നില്ല. ആ ആ ആ ക്രിസ്ലിൻ സിസ്റ്റർ. ഹലോ ക്രിസ്ലിൻ സിസ്റ്റർ. ജോസഫൈൻ മിസ് ഇപ്പൊ വീണ്ടും ജോയിൻ ചെയ്യും. ഹലോ ഹലോ റെജി മിസ്. ഞാൻ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ റെജിയാണ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ഡേയുടെ പ്രത്യേക ആശംസകൾ നേരുന്നു. ഒപ്പം ഇങ്ങനെ ഒരു അവസരത്തിന് നമ്മെ അർഹരാക്കി തീർത്ത സർവേശ്വരനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ജോയിൻ ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് പ്രചോദനമായിരുന്ന എല്ലാ സീനിയേഴ്സ് ആൻഡ് ജൂനിയർ ടീച്ചേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ജോയിൻ ചെയ്തത് 1992-ലാണ്. ആ ജോയിൻ ചെയ്ത സമയത്തെ ടീച്ചിങ്ങും ഇന്നത്തെ ടീച്ചിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും അന്നും ഇന്നും ടീച്ചിങ് എനിക്കൊരു പാഷൻ തന്നെയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നമ്മുടെ കൈകളിലൂടെ കടന്നുപോയ എല്ലാ വിദ്യാർത്ഥിനികളെയും നമുക്ക് ഓർക്കാം. ജീവിതത്തിന്റെ പല മേഖലകളിൽ, വിവിധ മേഖലകളിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പല കുട്ടികളെയും നമുക്ക് ഈ സമയങ്ങളിൽ ഇപ്പൊ പ്രത്യേകമായിട്ട് നമുക്ക് പല മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഫോണിലൂടെയും വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹലോ സിസ്റ്റർ. ആശംസിക്കുന്നു. താങ്ക് യു. എന്റെ സിസ്റ്ററെ, ഹലോ. താങ്ക് യു റെജി മിസ്. ഓക്കെ ഓക്കെ. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകയുമായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടും സറോബരി കോളേജിന്റെ പ്രിൻസിപ്പലുമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ക്രിസ്ലിൻ ഇവിടെയുണ്ട്. സിസ്റ്ററെ ഈ സിസ്റ്ററിന്റെ ഒരു അനുഭവങ്ങളെ കുറിച്ച് പങ്കുവെക്കാനായിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ക്രിസ്ലിൻ സിസ്റ്ററിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ജോസഫ് ഫൈൻ മിസ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കേൾക്കുന്നില്ല മിസ്സേ. ജോസഫ് ഫൈൻ മിസ് കേൾക്കുന്നില്ല. ജോസഫ് ഫൈൻ മിസ് കേൾക്കുന്നില്ല. മിസ് ലക്ഷ്മി മിസ് ഫിസിക്സിലെ റിട്ടയർ ചെയ്ത ലക്ഷ്മി മിസ് നമ്മളോട് ഒരു 2 വാക്ക് ഈ അധ്യാപക ദിനത്തിൽ മിസ്സിന്റെ ഒരു ആശംസ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ മിസ്സേ? ലക്ഷ്മി മിസ് മ്യൂട്ടാണ്. ലക്ഷ്മി മിസ് മ്യൂട്ടാണ്. കേൾക്കുന്നുണ്ട് മിസ്. ലക്ഷ്മി മിസ് കേൾക്കുന്നുണ്ട്. Our respected principal, Sister Maggie Jose, respected retired teachers and new teachers and new gen teachers and everybody, all to all of you, my pranams. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതില് നമുക്ക് ഏറ്റവും ആദ്യത്തെ നമ്മളുടെ ടീച്ചർ മാതാവ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ മാതാവ് നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം പിതാവും പിന്നെ അധ്യാപകർ പല മേഖലയിൽ സ്കൂളിലായാലും കോളേജിലായാലും എല്ലാവരും അധ്യാപകർ തന്നെയാണ്. അവർ ഓരോ ലെവലിൽ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ അടുത്ത കാലങ്ങളിലൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട്. ആൻഡ് 80s 90s ഒക്കെ കടന്നവരാണ് മിക്കവരും. ആൻഡ് ദേ ആർ വെരി വെരി ഹാപ്പി ബിക്കോസ് വി ആർ റിമെമ്പറിങ് ദം. അതുകൊണ്ട് ഞാൻ അവിടെ മെസ്സേജ് ആയിട്ടിരുന്നു. എനിക്ക് എല്ലാ മക്കളോടും എനിക്ക് എല്ലാ ടീച്ചേഴ്സും റിട്ടയർ ചെയ്തവരും വളരെ പ്രായമായിട്ടുള്ളവരും എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ എന്നും ഈ ടീച്ചേഴ്സിനെ ഓർക്കുകയെങ്കിലും ചെയ്യുക. പറ്റുമെങ്കിൽ അവരെ വിളിക്കാൻ ശ്രമിക്കുക. കാരണം കുറച്ച് സാർമാരെല്ലാം എന്നെ പഠിപ്പിച്ചവർ പലരും പറഞ്ഞു ലക്ഷ്മി വിളിക്കാറുണ്ടെന്നല്ലാതെ പലരും വിളിക്കാറില്ല എന്നൊക്കെ. അപ്പോ എപ്പോഴും ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാം ആകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ നമ്മുടെ ഈ കോളേജിന്റെ എംബ്ലം തന്നെ എന്നെ ഏറ്റുള്ള ഒന്നാണ്. അതിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. സയൻസ് നോളജ് ആൻഡ് ഡിസിപ്ലിൻ. അത് ഗെയിനിങ് നോളജ് വിത്തൗട്ട് ഡിസിപ്ലിൻ ഈസ് മീനിങ്ലെസ്. ഐ തിങ്ക് അത് യാതൊരു മീനിങ്ങും ഇല്ല. അതിന്റെ താഴെയുള്ള വേർഡ്സും എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നാറുണ്ട്. I am the light of the world. Whoever follows me will have the light of life and will never walk in darkness. അതും നമ്മളുടെ കലണ്ടർ, കോളേജ് കലണ്ടറിന്റെ മുന്നിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ആൻഡ് ഗോഡ് ഐ ബിലീവ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ ഫോർ എവ്രി വൺ, എവ്രി മൊമെന്റ്. ആ ടീച്ചറിനെ എന്നും വർണ്ണിക്കാൻ മറക്കരുത്. അമ്മ, അച്ഛന്മാർ, ഗുരുക്കന്മാർ, മാതാപിതാ ദൈവം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഈ പഠിക്കുന്ന കുട്ടികളോട് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. മൊബൈൽ ഫോൺ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത് പഠിക്കാനാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദയവ് ചെയ്ത് എന്താ പറയാ, അപേക്ഷയായി സ്വീകരിച്ച് നിങ്ങൾ ആവശ്യം മാത്രം ഉപയോഗിക്കുക. കണ്ണിനും അത് അത്ര നല്ലതായിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ പഴയ അധ്യാപകരെ കോണ്ടാക്ട് ചെയ്യുക. അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ആൻഡ് ദേ വിൽ ലിവ് ലോങ്ങർ.
ഇന്ന് രാവിലെ വിളിച്ചേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രൊഫസറിനെ, ഞാൻ എൻ്റെ BSc പഠിച്ച പ്രൊഫസറിനെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സായി. വേറെ ഫോണിൽ കിട്ടി, വേറെ ഫോണിൽ കിട്ടി. എന്റെ ഫോണിന്റെ പ്രശ്നം. And he was very, very happy to hear my voice. ഞാൻ എപ്പോഴും പക്ഷെ ഇന്ന് വിളിച്ച് എന്താ കാരണം മനസ്സിലായില്ല. ആളോട് അറിഞ്ഞിരുന്നു. അങ്ങനെ I was also happy and I am happy among the group. And the group is and we are already smart and you all will be like that only. Always I hope and pray. And always praying for, and one more thing, a big high, big salute, big namaskaram to my dear St. Mary's College and their the management who gave me a chance to complete my dream, which was to become a teacher. Like and I always am influenced by Radhakrishnan and my previous teachers. Thank you very much. Thank you, Lakshmi Miss. മിസ്സിന്റെ സിസ്റ്റർ ക്രിസ്ലിന് ലൈനിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. സിസ്റ്ററിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ മൈക്ക് അൺമ്യൂട്ട്. കേൾക്കാവോ? സിസ്റ്റർ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. വലിയ സന്തോഷം അല്ലേ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു സെന്റ് മേരീസിൽ ഒരു ടീച്ചറായിട്ട് വരാനുള്ള എനിക്ക് മുമ്പ് ഒരു സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ലവ്ലി പിന്നീട് എന്റെ കൂടെ കാണാൻ പിന്നെ അത് അതൊരു ഹലോ വോയിസിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ കേൾക്കാവോ? ഹലോ സിസ്റ്ററിന്റെ വോയിസ് വളരെ കുറച്ചാ കേൾക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പോ ഇത്തിരി സമയം എന്റെ ഇടയിൽ പോയി, എന്നാലും കുറെ പേര് ഇനി സംസാരിക്കാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം പറയാതെ നിർത്താം. ഞാൻ ഇങ്ങനെ കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ട്വിൻ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഹിസ്റ്ററി ഇക്കണോമിക്സിനെ പറ്റി പറയുന്നതൊക്കെ ഓർത്തു പോവാണ്. ഇടയ്ക്കിടയിൽ ഒരുമിച്ച് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെയും
പിന്നെ അവിടെ ഓരോരുത്തരും കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാം. എനിക്ക് ആകെ 4 മിനിറ്റാണ് ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ജൂലി ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവസാന കാലഘട്ടത്തിൽ കുറേ നാളുണ്ടായിരുന്നത്. ഒത്തിരിയധികം സന്തോഷത്തോടെയും നന്ദിയോടെയാണ് ജൂലിയെ പറ്റി ഓർക്കുക. എല്ലാ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും നേരുന്നു. പിന്നെ ഇന്ന് മദർ തെരേസയുടെ ദിവസം കൂടിയാണല്ലോ, മദർ തെരേസയുടെ. അപ്പോൾ ഈ ടീച്ചേഴ്സിനോട് പറയാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് മദർ പറയാറുള്ളതാണ്, God still calls us to be successful, but He calls us to be faithful. എല്ലാവർക്കും നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും ഒരു കാര്യം നമുക്ക് സമാധാനിക്കാം, എത്ര വിശ്വസ്തയോടെയാണ് അവിടെ വന്ന് സമഗ്ര വികസനം സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഏറ്റവും അധികം അവരെ കോണ്ടാക്റ്റിൽ ഇരിക്കേണ്ടത് ഈ സമയത്താണെന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്രമാത്രം അവരുടെ മനസ്സിൽ നമ്മെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് ഈ കാലഘട്ടത്തിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു സമയമാണ്. ഞാൻ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയുകയാണ്. അവർക്ക് സപ്പോർട്ടീവായിട്ട് ഞാൻ പറയുന്നു. പിന്നെ ഒരു ടീച്ചർ ഒരു ക്യാൻഡിലാകണമെങ്കിൽ ഇപ്പോഴും നമ്മളോട് പറയാറുണ്ടല്ലേ, ക്യാൻഡിലാകണം. അതിന് ഇപ്പോഴുള്ള പുതിയ തലമുറയോട് ഞാൻ പറയുന്നു, ഈവൻ ദോ ഇറ്റ് കൺസ്യൂംസ് ഇറ്റ്സെൽഫ് ടു ലൈറ്റ് ദ വേ ടു അതേഴ്സ്, അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഓർക്കുന്നു, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, മാത്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും എല്ലാവരെയും ഉൾക്കൊള്ളാം. എല്ലാവരും പേര് പറയുന്നില്ല എന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോഴുള്ളവര്, ടീച്ചേഴ്സ്, HODs, പ്രിൻസിപ്പൽസ്, മാനേജേഴ്സ്, ഇവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഒരു ഹരിത സാന്ത്വനാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ആ വാക്ക് ഇപ്പോൾ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. ഈ സമയത്തിനെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുള്ള സന്നിധിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ സീനിയേഴ്സ്, ഇവരെല്ലാവരുടെ മുമ്പിലും പ്രണാമം അർപ്പിക്കുന്നു. May their souls rest in peace. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അധ്യാപക ദിനത്തിന്റെ എല്ലാ സന്തോഷവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കേൾക്കുന്നു. ഇല്ല, പക്ഷേ അധികം തന്നെ ആ വികാരം തമ്മിൽ എന്താ വ്യത്യാസം ഏതാവിനെ എല്ലാരും പിന്തുടരും, അധികാരി എല്ലാരെയും പിന്നെന്ന് തള്ളും. സിസ്റ്ററിന്റെ അടുത്താണ് ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. സിസ്റ്റർ നല്ലൊരു നേതാവായിരുന്നു. പിന്നെ സിസ്റ്റർ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, സിസ്റ്റർ യു ആർ ദ ഹാർട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങളുടെയൊക്കെ ഹാർട്ട് ആയിരുന്നു സിസ്റ്റർ. എന്നും നന്ദി സിസ്റ്റർ, എന്നും ഞങ്ങളുടെ അപ്പൊ നന്ദി സിസ്റ്ററെ. സിസ്റ്ററുടെ വാക്ക് ഇപ്പോഴും കേൾക്കുമ്പോ പ്രത്യേകതയാണ്. ഹലോ സിസ്റ്റർ, ഞാൻ സിനിയാണ്. എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് മിസ്സൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് സിസ്റ്റർ ക്രിസ്റ്റീന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിലെ മൈക്രോ സിസ്റ്റർ ഞങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. അതുവരെ ഞാൻ ഓർത്തിട്ട് എൻ്റെ ഒരുപാട് സിസ്റ്ററിന്റെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വരണതും ഇതൊന്നും പതുക്കെ നഷ്ടം ഇതൊന്നും കണ്ടിട്ടില്ലേ ജീവിതത്തില്. കാരണം ഓടി ഓടി കാര്യങ്ങൾ ചെയ്യലും, അത് സിസ്റ്റർ പ്രിൻസിപ്പൾ ആയപ്പോഴും എല്ലാറ്റിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം സിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിൽ കൂടെ. അതുപോലെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥനയില് ഞങ്ങളെ കൂടി ഓർക്കണം.
പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും. ഹലോ സിസ്റ്റർ ക്രിസ്ലിൻ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ സിസ്റ്റർ. ഞാൻ സിസ്റ്റർ ജൂലി ആൻഡ്രൂസ് ആണ്. ഞാൻ സിസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നിരുന്നാലും മറ്റ് പല രീതിയിലും സിസ്റ്റർ എന്നെ വളർത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ CMC കോൺഗ്രിഗേഷനിലെ പല രീതിയിലും സിസ്റ്റർ എന്നെ വളർത്തിയിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് പ്രസന്റ് ഹിയർ. താങ്ക്സ് എ ലോട്ട് സിസ്റ്റർ. സിസ്റ്റർ ഒരുപാട് തലങ്ങളിൽ സെന്റ് മേരീസിനെ നയിച്ചു. നല്ലൊരു അധ്യാപികയായി, നല്ലൊരു ഇൻസ്പയറിംഗ് ഫാക്ടറായിട്ട് എല്ലാത്തിനും സിസ്റ്ററോട് പ്രത്യേകമായിട്ട് താങ്ക്സ് പറയണം. ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും IQAC പേരിലും കോളേജിന്റെ പേരിലും. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അടുത്തായി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ അൽഫോൺസ് സിസ്റ്റർ നമ്മളോട് കൂടി ഉണ്ട്. സിസ്റ്ററിന്റെ വാക്കുകൾ കേൾക്കാം. ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, എല്ലാവർക്കും ഈ ദിനത്തിന്റെ എല്ലാ നല്ല ആശംസകളും നേരുന്നു. ഒറ്റ കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഔട്ട് ഓഫ് സൈറ്റ് ബട്ട് നെവർ ഔട്ട് ഓഫ് മൈൻഡ്. അകലെയാണെങ്കിലും കാഴ്ചയ്ക്ക് അപ്പുറമാണെങ്കിലും എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. കൂടെ വർക്ക് ചെയ്തവരും എൻ്റെ എല്ലാ വിദ്യാർത്ഥിനികളും എന്നും മനസ്സിലുണ്ട്. എല്ലാവരെയും ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാവർക്കും എല്ലാ നന്മകളും നൽകട്ടെ. സിസ്റ്റർ ക്രിസ്ലിൻ നേരത്തെ പറഞ്ഞ പോലെ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കൊരു കാര്യം മനസ്സിൽ എല്ലാവർക്കും ഓർക്കാം. നമ്മളെല്ലാവരും നല്ല നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും വി ഹാവ് ടു മാർച്ച് വിത്ത് ദ മാർജിനലൈസ്ഡ്. എപ്പോഴും നമുക്ക് മാർജിനലൈസ്ഡിന്റെ ഒപ്പം നടക്കാൻ, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. പഠിച്ചു പോയവരും പൊതുവേദിയിലൊന്നും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ പിൻവാങ്ങി നിൽക്കുന്നവരുണ്ടാകാം. അവരെയൊക്കെ അറിയാനും പ്രോത്സാഹിപ്പിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരെ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ചേർത്ത് നിർത്താനും നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം എല്ലാവർക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കള്, പ്രത്യേകിച്ച് എൻ്റെ വിദ്യാർത്ഥിനികളാണല്ലോ ഇതെല്ലാവരും, മറ്റു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പലിനും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അൽഫോൺസ് സിസ്റ്റർ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പേര് വന്ദന. ഞാൻ സിസ്റ്റർ സ്റ്റുഡന്റ് ആയിരുന്നിട്ടില്ല, പക്ഷെ എന്റെ സ്റ്റുഡൻസ് വഴി ഒരുപാട് ഞാൻ സിസ്റ്ററെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എങ്ങനെയാണ് ഓരോ കുട്ടികളെയും കെയർ ചെയ്യുന്നതെന്നും ഓരോ കുട്ടികളെയും ഇൻസ്പയർ ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട്, അവരുടെ ഒരു എന്താ പറയാ ഗൈഡായിട്ട് അല്ലെങ്കിൽ അവരുടെ മോഡലായിട്ട് പറയുന്നത് സിസ്റ്ററെയാണ്. അപ്പൊ ഒരുപാട് കുട്ടികളെ ഇൻസ്പയർ ചെയ്ത സിസ്റ്റർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. സിസ്റ്ററെ ഒന്നും അപ്പൊ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല, ബട്ട് സിസ്റ്റർ സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് സിസ്റ്ററെ. താങ്ക് യു വന്ദന, മിമി, ജിജി, എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ സിസ്റ്റർ. ജോസഫൈ മിസ്സിനെ കേൾക്കാനുണ്ടോ? ജോസഫൈ മിസ്? കേൾക്കാം വന്ദന. ഓക്കെ മിസ്സേ.
നമ്മളുടെ എല്ലാവരുടെയും നെടുന്തൂണ്. ഞാൻ കടന്നു വരുമ്പോ കോളേജില് എനിക്ക് ഏറ്റവും അതായത് ഒരുപാട് ഇഷ്ടം തോന്നുന്ന, ഒരുപാട് ഇൻസ്പിറേഷൻ തോന്നിയില്ല ആ സമയത്താണ് മിസ്സിന് സദ്ഗുരു അവാർഡൊക്കെ കിട്ടുന്നത്. അപ്പോ ഒരുപാട് ഒരുപാട് എന്താ പറയാ, നമുക്കൊരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു മിസ്സാണ്. മിസ്സിന് ഒരുപാട് നന്ദിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് മിസ്സിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. Thank you, Vandana, and good morning to everyone. It's more than a year since I retired from St. Mary's College, and though I am physically separated from the college, my heart is still with the college, I think. And if I have been able to do anything as a teacher, it is because I have modeled myself on my teachers, the legendary teachers who taught me, the great eloquent teachers, their commitment, their integrity. We used to look up to them for everything. So on this Teachers' Day, I salute all my teachers, my school teachers, my college teachers, and all those who have played a teacher's role in my life. All those who have filled my head and heart with positive, vibrant thoughts. On this beautiful day, I also wish Happy Teachers' Day to all my past colleagues and my colleagues who are still working at St. Mary's College. Happy Teachers' Day. And a big thank you to all my teachers and all my colleagues. Now, I was fortunate enough to work in 3 colleges. I began my official career at St. Aloysius College. After a year, I came to St. Mary's College. In 1993, I went to Vimala College. In 2009, I came back to St. Mary's College. But I think I have a special bond with St. Mary's College. And I was destined like that, to come back to St. Mary's College, to become the IQAC coordinator, and all of us together, we were able to get the A grade in the NAAC accreditations. So a big thank you to all my colleagues for all your support. I also take this opportunity to thank the management and all my principals. Because, you know, I think a teacher is not born, but a teacher is shaped, and it's experiences which shape her. And the CMC management has been a major influence on shaping me as a teacher. Now, I find a major difference in the teaching atmosphere of the past and the present. When I was a student, as I told you, I admired my teachers. I put them on a pedestal. I worshipped them. But the relationship between the teacher and the student in those days was a very formal one. But today, the relationship between the teacher and the student is more informal, more friendly, and I think that is a very progressive step that has been taken. The relationship between the teacher and the student should be motherly, friendly. A teacher should be approachable at all times to the students. Times and
the working atmosphere will keep changing. Today we have online classes. Changes will come, definitely. But if a teacher is sincere to her profession, is committed to her profession, I think she can face and meet all the challenges and do something good to the students. Now, every teacher is different, and each teacher contributes in a different way towards the development of the students. You can't say any teacher is bad or not relevant to the students. In different ways, all the teachers contribute to the development of the students. So let us always be committed to our profession, because our students need us. Happy Teachers' Day to everyone once again. And thank you, St. Mary's College. Thank you, Gigi, for giving me this opportunity to speak on Teachers' Day. Thank you. താങ്ക് യു മിസ്സേ. മിസ് പറഞ്ഞ പോലെ മിസ് ഒരുപാട് എന്താ പറയാ നമ്മളെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു ടീച്ചറായിരുന്നു. ആസ് എ ടീച്ചർ എന്ന നിലയിലും ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിലും ഒരുപാട് നന്ദിയുണ്ട് മിസ്സേ. ഇനിയും മിസ്സിന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ാണ് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികൾക്കും അറിയുന്ന പോലെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഫോമർ ടീച്ചേഴ്സിന്റെയും സ്നേഹവും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ആശിസ്സുകളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതില് ഇനി ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പങ്കുവെക്കാവുന്നതാണ്. ഐ തിങ്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ആണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ടിബിനെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ക്ഷണിക്കുന്നു. ടിബിന, ഇറ്റ്സ് ഓവർ ടു യു. Good morning to everyone. Teaching is very meaningful profession that shapes the character, caliber, and future of an individual. ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന വ്യക്തിയാണ് ഓരോ അധ്യാപികയും. അതായത് ഒരു വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇനി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ സിസ്റ്റർ, പ്രിൻസിപ്പൽ സിസ്റ്റർ മാഗി ജോസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ടീച്ചേഴ്സിനും നിങ്ങളുടെ അനുഭവങ്ങളും സന്തോഷവും പങ്കുവെച്ച് ഞങ്ങൾക്കും അതൊരു വലിയൊരു ഞങ്ങളുടെ ഭാവിയിലും അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ ടീച്ചേഴ്സും, പ്രത്യേകിച്ച് മേരി മിസ്, സെലിൻ മിസ്, പൊളി മിസ്, വസന്ത മിസ്, സിസ്റ്റർ ക്രിസ്ലീൻ, സാലി മിസ്, സിസ്റ്റർ അൽഫോൻസ, ജോസ്പിൻ മിസ്, ലക്ഷ്മി മിസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് ഐഡിയ തന്ന പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി നിന്ന ജിജി മിസ്സിനും അതുപോലെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ പാർവതി മിസ്സിനും എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും എല്ലാ സെന്റ് മേരീസിനും നന്ദി പറയുന്നു. ഇന്ന് ഈ ദിവസം ഒരു നല്ല ഓർമ്മയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. നമ്മൾ ഈ സെഷൻ ഇവിടെ നിർത്താണ്. അപ്പൊ എല്ലാവർക്കും ഗുരുവന്ദനം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇനി ഇതില് പങ്കെടുക്കാൻ പറ്റാത്തവരും ഒക്കെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്.
എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, അപ്പൊ അവരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സ്മാർട്ടിലെ എല്ലാ അധ്യാപകർക്കും, എല്ലാ പൂർവ്വ അധ്യാപകർക്കും എല്ലാവർക്കും ഒരു നല്ല ദിനവും നേരുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാ അധ്യാപകരുടെയും ആശംസകളോടെ മുന്നോട്ട് പോകുവാൻ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഫോർമൽ ആയിട്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മൈ ടീച്ചേഴ്സ്. താങ്ക് യു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു.